ദൈവം നിങ്ങളെ എത്തിച്ചിരിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടാകണം. പരിശുദ്ധ മാതാവ് ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് സമയഘടികാരം ചാർത്തി നമുക്ക് അരുൾ നൽകിയ പ്രത്യക്ഷീകരണത്തിൻ്റെ വിശുദ്ധ അൾത്താരയിലാണ് ഇപ്പോൾ ആരാധന നടക്കുന്നത്. ഇതുപോലെ ആരാധന സമയത്താണ് 2004 ഡിസംബർ 7-ാം തീയതി അമ്മ സമയഘടികാരവുമായി സിൽവർ ഗ്രേ കളറിലെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ സന്ദേശം നൽകിയത്. അപ്പം ദുരന്തം ആരുടെ ജീവിതത്തിലുണ്ടായാലും അതിന് പരിശുദ്ധ അമ്മ വഴി പരിഹാരം ഉണ്ടാകും. ഇപ്പം നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു കാലമല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഇതിനൊക്കെ ഒന്നും പരിഹാരമില്ല എന്ന് തോന്നും. ഇതിനൊക്കെ ഒന്നും പരിഹാരമില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ്, അതായത് സ്വാഭാവികമായ മാർഗം നമ്മുടെ വിദ്യാഭ്യാസം, സമ്പത്ത്, സ്വാധീനം, അങ്ങനെ സ്വാഭാവികമായ മാർഗത്തിൽ ഒരു പക്ഷേ നമ്മളിന്ന് അനുഭവിക്കുന്ന ക്രൈസിസ് തരണം ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ സ്വാഭാവികമായ ആരോഗ്യം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ സ്വാധീനം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള നമുക്കിപ്പോൾ ഗിവൺ കപ്പാസിറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തന്നെ അനുഭവിക്കുന്ന രോഗത്തിന് ചിലപ്പോൾ മരുന്നുണ്ടാവത്തില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ IVF ചെയ്തിട്ട് ഉള്ള സഹോദരൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടപ്പോൾ അയാൾ 5 IVF ചെയ്തു ഓൾറെഡി. അത് തെറ്റാണോ ശരിയാണോ, കത്തോലിക്ക സഭ അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വേറൊരു വിഷയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണീരിൻ്റെ ഒരു വിഷയമാണ്. ആ കണ്ണീരിൻ്റെ വിഷയം അവർ വന്ന് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഈ 10 കൊല്ലമായിട്ട് ഈ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഉടമ്പടി ചെയ്തതിന് ശേഷം അപ്പോൾ 5 പ്രാവശ്യം IVF എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി കണ്ടീഷൻ എന്തായിരിക്കും? യാതൊരു സാധ്യമില്ലാത്ത അവസ്ഥയാണ്. യാതൊരു സാധ്യതയുമില്ല. ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന് വരെ ഇങ്ങനെ 5 ഫെയിലിയറായിട്ട് കണ്ടിട്ടില്ല. 5 ഫെയിലിയർ വെച്ചാൽ പല സ്ഥലത്താണ് അവർ ചെയ്തിരിക്കണേ. 4-ാമത്തതും 5-ാമത്തും ചെയ്യാൻ വന്നപ്പോഴാണ് വീണ്ടും ഫെയിലിയർ ആകണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? ഉദ്യമങ്ങളെ ഉപേക്ഷിക്കും. കാര്യം ഇതിന് വേണ്ടി എന്തുമാത്രം പൈസയാണ്? 1.25 ലക്ഷം രൂപയൊക്കെ വരും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. 1.25 വാങ്ങിക്കുന്ന സ്ഥലമുണ്ട്, 2.25 വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവർ പറയും അടുത്ത സാധനം ഇതെങ്ങനെ ഈ സ്പേം അല്ലെങ്കിൽ സെമൺ അല്ലെങ്കിൽ സൈഗോട്ട് അബോട്ടായി പോയാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പാക്കേജ് തരാം, 3 പ്രാവശ്യം ചെയ്യാം, 2.25 ലക്ഷത്തിനെന്നൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഇതിപ്പോൾ 5 പ്രാവശ്യം ആയല്ലോ. 5 പ്രാവശ്യമായിട്ടും ഇത് നടക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് ആ ദമ്പതികൾ ആ ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിയണം. കാര്യം ബോഡി ബയോളജിക്കൽ കണ്ടീഷൻ ആൻസ് നടക്കാതെ ഒരു ഡെഡ് എൻഡിൽ നിൽക്കുകയാണ്, നടക്കത്തില്ല. പക്ഷേ ഇവരുടെ ചില മനുഷ്യരുടെ ഈ മാനസിക അവസ്ഥയെന്ന് പറയുന്നത് നമ്മളവിടെ ഒത്തിരി അങ്ങ് അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കുഞ്ഞിനെ തന്നില്ല, നീ എന്നെ അങ്ങോട്ട് വിളിച്ചോളാനാണ് പ്രാർത്ഥിക്കണത്. കാര്യം നമുക്കവരെ കുറ്റപ്പെടുത്താൻ എങ്ങനെ പറ്റും? അവർക്കൊരു ചിലരൊക്കെ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ആൾക്കാരുണ്ട്. ദൈവം തന്നാൽ മേടിക്കും, അല്ലെങ്കിൽ എന്താ ദൈവത്തിന് ഇഷ്ടംപോലെ ജീവിക്കും. അങ്ങനെ പറയണതാണ് ഒത്തിരി പേര്. 50% ആ ടൈപ്പാണ്. ദൈവം തന്നാൽ മേടിക്കും, ദൈവം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഇഷ്ടം, ജീവിക്കും, അത്രയേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമായിട്ട് കരുതും. ചില സ്ത്രീകൾക്ക് അവർക്കത് ബെയർ ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവരെ കൊച്ചിനെ കാണുമ്പോൾ അവർക്ക് കെട്ടിത്തൂങ്ങി ചാകാൻ തോന്നിപ്പോവും. മറ്റുള്ളവരുടെ കയ്യിൽ കുട്ടിയെ കാണുമ്പോഴേ അവർ താലോലിക്കണേം കൊണ്ടു നടക്കണം, അമ്മയെന്നൊക്കെ വിളിക്കണ കേൾക്കുമ്പോൾ ഇവരുടെ ഐസ്യങ്ങ് അടിച്ചു പോകും. അങ്ങനെയുള്ള വൈകാരികമായിട്ട് സംഭ്രമത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ അവസാന നിമിഷം വരെ ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിയത്തില്ല. അവരവസാനം വന്നുവെച്ചും ഉടമ്പടി എടുത്തിട്ട് പോയി IVF ചെയ്ത്. അവരുടെ കപ്പാസിറ്റി ഇല്ല, അവർക്ക് സ്വാഭാവികമായ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കേണ്ടി വന്നത്. അപ്പോൾ എന്നാ പറ്റി? അതോടുകൂടി ആ ചാപ്റ്റർ, ആ ഫയൽ അമ്മ എടുക്കുകയാണ്. അമ്മ ഫയൽ എടുത്തിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അതോടുകൂടി അവർക്ക് കുഞ്ഞിനെ കൊടുത്ത്, മിടുക്കനായൊരു കുഞ്ഞിനെ കൊണ്ടൊരു സാക്ഷ്യം കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ പറഞ്ഞു, യൂട്യൂബിൽ കിടപ്പുണ്ട് സാക്ഷിയാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ വിശ്വാസിയാണെങ്കിൽ ഞാൻ പറയാം, നീ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയേണ്ട കാര്യമില്ല. നിൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളത് പ്രെയർ ചെയ്തു പോകണം.
പ്രെയർ ചെയ്ത് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളെപ്പോഴും പ്രെയറിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിതരാകണം. അതായത് പരിശുദ്ധാത്മാവ് ഇതിന് വളരെ കൃത്യമായ റോളുണ്ട്. കാര്യം നമ്മൾ ദൈവ വഴികൾ പരിശുദ്ധാത്മാവിനെ കൃത്യമായി അറിയുകയും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് അതിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന പുതിയ വഴികളിലേക്ക് അല്ലെങ്കിൽ ആരെയെങ്കിലും നമ്മളെ ദൈവം മുട്ടിച്ചു തരികയോ ഇതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുകയോ അങ്ങനെ കുറേ 100,000 വഴികൾ പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോഴും അതേസമയം തന്നെ പരിശുദ്ധാത്മാവിനെ കർത്താവ് പോകാൻ നേരത്ത് നമ്മൾ ബെവെയർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് അർത്ഥത്തിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ട് പോയതിൻ്റെ കാരണം ചില വിഷയങ്ങൾ നമ്മളുടെ ആത്മാവ് ജഡാത്മാവും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രാർത്ഥനയുടെ അരുവിക്കപ്പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക കൃപാവരം നമുക്ക് വേണ്ടി വരും. എന്താ കാര്യം വെച്ചാൽ നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ഒരു വിഷയത്തെ ഓർത്ത് ആ വിഷയത്തിനെ ആടിനെ നമ്മൾ കെട്ടപ്പെട്ടിരിക്കുന്ന ആടിനെ അഴിച്ചു കളഞ്ഞാൽ പോലും ആ ആടോ അല്ല പശുവോ ആ കുറ്റിക്ക് ചുറ്റും ഇപ്പോഴും കയറുണ്ടെന്നും പറഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ ചില സമയത്ത് കാണാത്ത കയറിൽ മനുഷ്യൻ അവൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഒരട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ നിന്ന് പോകും. അപ്പോഴായിരിക്കും അവരറിയണം, ഓ ഞാൻ ഫ്രീ ആയിരുന്നല്ലോ എന്നൊക്കെ ഓർക്കണം. അങ്ങനെ അതിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ വേണം. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ രക്തത്തിന്റെ വകയായ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ യോഗ്യതയുടെ അപ്പുറത്ത് അങ്ങയുടെ പീഡാനുഭവത്തിന്റെ യോഗ്യതയാൽ എന്നിൽ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിനാൽ എന്നെ നയിക്കണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തോത്രമേകാം. സ്വരത്തിൽ ഒരുമിച്ച്. ഓ ദിവ്യകാരുണ്യമേ സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയും നാളുണ്ടായ മുഴുവൻ കണ്ണുനീരും സങ്കടവും നിരാശയും എല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് അവരെ സന്തോഷത്തിൻ്റെ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യണം? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് ഉണ്ടാകുന്ന ഈ അതായത് നമ്മുടെ എല്ലാ ഹോപ്പും അവസാനിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് ഈ ഹോപ്പ് പെട്ടെന്ന് ദൈവം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണേ? എങ്ങനെ? ഉടമ്പടിക്ക് അതിനകത്തുള്ള കണ്ടന്റ് എന്താണ്? നിൻ്റെ നിരാശയിൽ നിന്ന് നിന്നെ പെട്ടെന്ന് പ്രത്യാശയിലേക്ക് നിന്നെ ഉയർത്താനുള്ള വാട്ട് ഈസ് ദ മോളിക്യൂൾ ഇൻ ദി കവനൻറ്റ്? ആ കവനൻ്റുള്ള മോളിക്യൂൾ എന്താ? അതാണ് സങ്കീർത്തനം 103:16-17. സങ്കീർത്തനം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യമേ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തോത്രമേകാം. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞ്
എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകൾ തോറും നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ സങ്കീർത്തനം 103, 17, 18 തിരുവചനങ്ങളാണ്. അതായത് ദൈവത്തിൻ്റെ കാരുണ്യം ആർക്കാണ് ലഭിക്കണത്? ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് നീതി, രണ്ടാമത്തത് കാരുണ്യം. ഈ നീതി എന്ന് പറഞ്ഞ പലപ്പോഴും നമ്മളുടെ ഫിസിക്കൽ സിറ്റുവേഷൻസ്, നമ്മുടെ യോഗ്യതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മെറിറ്റാണത്. നീതി എപ്പോഴും മെറിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ മെറിറ്റെന്ന് പറയത്തില്ലേ, കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ മെറിറ്റ്, കോട്ട എന്നൊക്കെ പറയും അല്ലേ, സംവരണം എന്നൊക്കെ പറയും. അത് മെറിറ്റിൻ്റെ പുറത്തുള്ളതാണ്. അപ്പോൾ ജനറൽ മെറിറ്റ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നീതി ആ ലെവലിലാണ് വർക്ക് ചെയ്യണത്. പക്ഷേ ജനറൽ മെറിറ്റിൽ ചില സമയത്തൊരു വ്യക്തി വരത്തില്ല. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, പിന്നെ എന്ത് ചെയ്യാനാ? അതാണ് ചില സമയത്ത് വരുന്ന സംഭവങ്ങൾ. ഗർഭപാത്രം ഉണ്ട്, പക്ഷേ അതേസമയം ഗർഭപാത്രത്തിൽ ഈ സൈഗോട്ട് സിദ്ധാന്തം വളരുന്ന പരുവമല്ല ഗർഭപാത്രത്തിൻ്റെ ഒരു ബയോളജിക്കലായിട്ടുള്ള കാലാവസ്ഥകൾ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ അവർ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് കൊണ്ടുപോയി നിക്ഷേപിക്കും. എന്നിട്ടും അത് റിജക്റ്റ് ചെയ്യുകയാണ്, അബോർട്ടായി പോവുകയാണ്. അവിടെ നീതി, സ്വാഭാവിക നീതി, അതാണ് മെറിറ്റോറിയസ് ആയിട്ട് പറഞ്ഞാൽ അവളുടെ ബോഡി അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ശരീരം അതിന് യോഗ്യമല്ല. അപ്പോൾ ഈ ലോകത്ത് ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ടാവും. നമ്മളുടെ എനിക്ക് വേണ്ടതൊരു പകുതിയോളം വിഷയങ്ങൾ മെറിറ്റിൻ്റെ പുറത്തുള്ള വിഷയങ്ങളാണ്. ചിലത് നമ്മൾ യോഗ്യരാണ്, പക്ഷേ സീറ്റ് കുറവാകാം. അതാണ് വിഷയം. ഇപ്പം നമ്മൾ PSC ടെസ്റ്റ് എഴുതുന്നു, എത്രയോ പേരിങ്ങനെ ടെസ്റ്റ് എഴുതുന്നു, പക്ഷേ സീറ്റ് കുറവായത് കാരണം നമുക്ക് യോഗ്യരാണെങ്കിൽ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല, ഇങ്ങനെ പോവും. ഈ എവിടെ ചെന്നാൽ അത് കാരണം എപ്പോഴും ഒരു മത്സരത്തിൻ്റെ ഒരു മുഖത്താണ് ജീവിതം നിൽക്കുന്നത്. അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാവും. ഈ മത്സരത്തിൻ്റെ മുഖത്ത് നിൽക്കുന്ന ജീവിതം, കാര്യം എന്താണ്? വിഭവങ്ങൾ കുറയുകയും ആവശ്യക്കാർ പെരുകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മത്സരം വരും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ മത്സരം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോന്തകളൊന്നും തെളിയുന്നില്ല. എന്താണ്? ടെൻഷൻ. കിട്ടുമോ പോവോ ഇങ്ങനെ എപ്പോഴും എല്ലാ വിഷയത്തെക്കുറിച്ചും നമുക്ക് ടെൻഷൻ. ഇങ്ങനെ വരുമ്പോഴേ ഈ ജനറൽ മെറിറ്റിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായി ഏത് മേഖലയിലും ഔട്ടാകാം. പണ്ട് ഒരു മനുഷ്യനോട് സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അയാളുടെ സാക്ഷ്യം ഇതാണ്: അയാളെ സൗദി ഗ്ലാസ് ഫാക്ടറിയിൽ നിന്ന് അയാളെ ടെർമിനേറ്റ് ചെയ്തു. അയാളെ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഫാക്ടറിയിൽ നിന്ന് മാത്രമല്ല, ഇയാളുടെ വിസ വരെ അവിടെ എക്സ്പയർ ആകുന്ന കണ്ടീഷനിലാണ്. അതായത് കമ്പ്യൂട്ടറിൽ അടിച്ചാൽ ഇയാൾ എക്സിറ്റ് അടിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ജോലിയും പോയി, ആ നേഷണലിൽ നിന്ന് വിസായും പോയി. പിന്നെ അപ്പോൾ ജനറൽ മെറിറ്റ് ഒന്നുമില്ല. ഈ മനുഷ്യൻ എന്നാ ചെയ്യണത്? ഈ മനുഷ്യൻ്റെ സാക്ഷ്യം കേൾക്കാൻ ഭയങ്കര രസമാണ്. അയാൾ ഇവിടെ ഉടമ്പടി ചെയ്യുമ്പോൾ ഈ വിഷയം മൊത്തം ആരുടെ ടേബിളിലാകും? നമ്മുടെ മെറിറ്റിൽ നിന്ന് മാറുമ്പോഴാണല്ലോ നമ്മുടെ വിഷയം വരുന്നത്. അത് ദൈവത്തിൻ്റെ ടേബിളിലാകും. എന്നിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഉടമ്പടിയിൽ കുറേ അധികം നമ്മൾ ഈ ഉടമ്പടി വർക്ക് ചെയ്യണ മുഴുവനും വാഗ്ദാനങ്ങളിലാണ്. വാഗ്ദാനങ്ങൾ എന്ന് പറയുമ്പോൾ വാക്കിൻ്റെ ഉള്ളിലെല്ലാം ദൈവം ദാനം വെച്ചിട്ടുണ്ട്. നമ്മുടെ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇത് ദൈവം, അതായത് നമുക്ക് രക്ഷ വരെ, ഈശോയെ വരെ കിട്ടിയത് ആദ്യം വാഗ്ദാനത്തിൻ്റെ രൂപത്തിലായിരുന്നു. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, വാഗ്ദാനമാണത്.
എല്ലാം ഏഷ്യ 6 തൊട്ടുള്ള എല്ലാം ഈ രക്ഷണീയമായ സംഭവങ്ങൾ മുഴുവനും ആദ്യം വാഗ്ദാനമാണ്. എന്താണ്? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് തരും. വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് തരും. അപ്പോൾ എന്നിട്ട് ഈ വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് തരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ദാനം റിലീസാകണത്? ദാനം എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ വരണത്? ഈ വാക്കിനെ നമ്മൾ വിശ്വസിക്കണം. ഈ വാക്കിനെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ചില ആറ്റം അല്ലെങ്കിൽ കെമിസ്ട്രിയൊക്കെ പഠിക്കുമ്പോൾ ചിലക്ക് ഹീറ്റാകുമ്പോൾ ചില തന്മാത്ര റിലീസാകത്തില്ലേ, പുറത്തേക്ക് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ അടുത്തുള്ള വേറെ ഒരു തന്മാത്രയോട് യോജിക്കുമ്പോൾ വേറെ കോമ്പൗണ്ടോ മൂലകമൊക്കെ ഉണ്ടാവും. ഇതുപോലെ വാക്കിലെല്ലാം ദാനം ഇരിപ്പുണ്ട്. ദാനത്തെ ഹീറ്റ് ചെയ്യാൻ പഠിക്കണം. ദാനത്തെ ഹീറ്റ് ചെയ്യണത് 2 വിധത്തിലാണ്. 3 നമ്മളൊരു 4 വിധത്തിൽ വാഗ്ദാനം പ്രാപിക്കാൻ പറ്റും നമുക്ക്. ഒരു 4 വാക്കിൻ്റെ ഉള്ളിലുള്ള ദാനത്തെ നമുക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ. വാക്കെല്ലാം ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? നമുക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതാണ് പൗലോസ് പറയണത്, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. ഇപ്പോൾ നമ്മൾ ഹെബ്രായർ 4:2 വായിക്കുമ്പോൾ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. വചനം എല്ലാവരും കേൾക്കാം, പക്ഷേ വാഗ്ദാനം എല്ലാവരും ദാനം പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല. വചനം എല്ലാവരും കേൾക്കാം, പക്ഷേ അതിലുള്ള ദാനം പ്രാപിക്കണം നിർബന്ധമില്ല. അതാണ് പൗലോസ് ഹെബ്രായർ 4:2 പറയണത്, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം എന്താണ്? അവരതിൽ വിശ്വസിച്ചില്ല. ഇത് വലിയ സീരിയസ് വിഷയം. നിങ്ങൾ ആദ്യം ബൈബിൾ എടുക്കുമ്പോൾ പറയണത് ഇത് മുഴുവൻ ദാനമാണ്, വചനമാണെന്നല്ല പറയേണ്ടത്. ഇത് മുഴുവൻ വാഗ്ദാനമാണ്. അതിൽ എൻ്റെ ജീവിതം രക്ഷപ്പെടാനുള്ള, നിത്യത വരെ രക്ഷപ്പെടുത്താനുള്ള അനേകം ദാനങ്ങൾ ദൈവം ഇതിൽ എനിക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നു. ഞാനതിനെ പ്രാപിക്കണം. വാഗ്ദാനം നമ്മളെന്താ ചെയ്യണത്? വാഗ്ദാനം പ്രാപിക്കുകയാണ്. ഈശോ മിശിഹാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരന് പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ. വാഗ്ദാനവും അമ്മയും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. പക്ഷെ അത് വാഗ്ദാന പേടകമായി അമ്മയെ പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മയെപ്പോലെ, ഇപ്പം നമ്മൾ വിശുദ്ധ ലൂക്കാസ് സുവിശേഷം വായിക്കുമ്പോൾ 1:45 എന്താണ് എലിസബത്ത് പറയണത്? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഒന്ന് പറഞ്ഞേ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങള് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം ജനറൽ മെറിറ്റ് അവിടെ ഇല്ല. സ്വാഭാവികമായി കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒരു ജനറൽ മെറിറ്റ് എന്താണ്? അത് അമ്മ പറയും, ജനറൽ മെറിറ്റ് ഇതാണ്, പക്ഷേ ഞാൻ കന്യകയായി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ ഇതെങ്ങനെയാണ് സംഭവിക്കണത്? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴീ ജനറൽ മെറിറ്റ് സ്വാഭാവികം നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ അതിന് ദൈവം ഒരു പാക്കേജ് പറയും. എന്താ പറയണത്? വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ഈ ജനറൽ മെറിറ്റിൽ നമ്മൾ ഡിപ്രൈവായി കഴിഞ്ഞാൽ പിന്നെയുള്ള പാക്കേജ് പരിശുദ്ധാത്മാവിൻ്റെ പാക്കേജാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ബിവെയർ ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞത്. ജനറൽ മെറിറ്റ് എന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നു, നമ്മൾ അയോഗ്യരായി തീരുന്നു, അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം. അതാണ് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മറുപടിയുണ്ട്. ഒരു കാരണത്തിനും മറുപടി ഇല്ലാത്തതില്ല. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ സംബന്ധിക്കുന്ന എല്ലാ വിഷയത്തിനും മറുപടിയുണ്ട്. കൈ ഇടിച്ച് കർത്താവോട് ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ.
സഭയിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഈ മനുഷ്യൻ്റെ ജനറൽ മെറിറ്റ് ഇല്ല, അദ്ദേഹത്തിന് എക്സിറ്റ് അടിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പം എന്താ പരിപാടി? ഇയാൾ എന്നാ ചെയ്തിരിക്കുന്നത്? ഇയാൾക്ക് പക്ഷെ ഇതാണ് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യരും പ്രാർത്ഥിക്കാത്ത മനുഷ്യരും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ഇയാളെ എക്സിറ്റ് അടിച്ചെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താ ചെയ്തെന്നറിയാവോ? ഇയാളൊരു ഗുണ്ടായിസം കാണിച്ച്, ദൈവത്തിൽ നമുക്ക് ഗുണ്ടായിസം കാണിക്കാൻ പറ്റും. എന്താ കാര്യം? എന്താണ്? മനുഷ്യൻ്റെ തീരുമാനങ്ങളെ മറുതലിച്ച് നിൽക്കുന്നതിനാണ് ദൈവപൈതലിൻ്റെ ഗുണ്ടായിസം എന്ന് പറയുന്നത്. അയാൾ എന്താ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ എക്സിറ്റ് അടിച്ചിരിക്കുന്നു, എനിക്ക് എൻ്റെ വിസ എക്സ്പയർ ആക്കി, ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്യത്തില്ല, ഞാൻ അവിടുന്ന് ഡിപ്രൈവ് ആക്കിയിരിക്കുകയാണ്. ഇയാൾ എന്ത് ചെയ്ത്? എന്നിട്ടും പോയി ഈ മനുഷ്യൻ ഒരു ഫ്രണ്ടിൻ്റെ പരിചയത്തിൽ വേറൊരു ഗ്ലാസ് ഫാക്ടറി പോയി സൗദി തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. എക്സിറ്റ് അടിച്ച മനുഷ്യനെ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ റീസണബിളായിട്ട് നോക്കിയാൽ എല്ലാം മണ്ടത്തരങ്ങളാണ് കാണിച്ചു കൂട്ടണത്. ജനറൽ മെറിറ്റിൻ്റെ പ്രശ്നം ഇതാണ്. അതാണ് ഞാൻ മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് എപ്പോഴും പറഞ്ഞത്. അതായത് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവം ഇതുപോലെയുള്ള കുറേ പാക്കേജുകൾ ഉണ്ടാക്കി തരും. നമ്മൾ ഞെട്ടിപ്പോയിച്ചിരിക്കും. എന്ന് വെച്ചാൽ സ്വാഭാവികമായി വർക്കൗട്ട് ചെയ്യാത്ത വിഷയത്തിൻ്റെ മേൽ അസ്വാഭാവികമായ ചില മാർഗങ്ങൾ തെളിച്ചു തരും. ഈ മനുഷ്യൻ അറ്റൻഡ് ചെയ്ത് അവിടെ പോയി ആ ഇൻ്റർവ്യൂവിന് അദ്ദേഹം പാസ്സായി. കാര്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, ക്ലാസ് ഫാക്ടറി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മനുഷ്യനാണ്. ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ എക്സിറ്റ് അല്ലേ, ഇൻ്റർവ്യൂ പാസ്സായിട്ട് തിരിച്ചു പോന്നിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടിയിൽ സ്വാഭാവികമായിട്ട് കിട്ടുന്നത് എന്താണ്? ആ നേർച്ച വസ്തുക്കളുടെ കൂടെ ഉടമ്പടിയിൽ ഒരു പാക്കേജ് ഉള്ളത്, എന്നോട് ഉടമ്പടി ചെയ്തതിൻ്റെ പേരിൽ ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പുറപ്പാട് 33:10 പറയും. അത് ഈ വചനങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടിക്ക് എപ്പോഴും കൗൺസിലിംഗ് വെക്കണത്. കുറേ പഠിക്കണം, എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ പൊട്ടത്തരം കാണിച്ച് വെക്കും നമ്മൾ. അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന്, അതാണ് ആൾക്കാർ സഞ്ചാരി മാതാവ് എന്ന് കുറേ സാക്ഷ്യം പറയേണ്ടത്. അതാണ്. അതായത് നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം വാഗ്ദാനം പാലിക്കും. എന്താണ്? ഞാൻ നിൻ്റെ കൂടെ വരും. ഉടമ്പടിയുടെ പാക്കേജിൽ ഒന്നാണ്. ആദ്യകാലം മുതൽ ദൈവവും മനുഷ്യനും തമ്മിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഉടമ്പടിയാണ്. യേശു വന്നപ്പോൾ ഉടമ്പടി അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. യേശു പറഞ്ഞു ഒരു പുതിയ ഉടമ്പടി, കുർബാന സ്ഥാപിച്ചോളം പറഞ്ഞത് കവനൻ്റാണ്, പക്ഷേ ഇറ്റ് ഇസ് എ ന്യൂ കവനൻറ്റ്. അപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉടമ്പടിയാണ്. അതിനൊരു വാഗ്ദാനമാണ്, ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. എന്ന് വെച്ചാൽ ഇനി വർക്കൗട്ട് ചെയ്യണത് നിൻ്റെ മെറിറ്റല്ല, നിൻ്റെ കഴിവോ ബുദ്ധിയോ എക്സ്പീരിയൻസോ ഒന്നുമല്ല. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ മെറിറ്റിലാണ് പോകുന്നത് കാര്യങ്ങൾ. ഉടനെ ദൈവത്തിൻ്റെ മെറിറ്റിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ സീരിയസ് ആകണം ഈ വിഷയം. ഇപ്പോൾ 12-ാം തീയതി നമ്മൾ ഉടമ്പടി തുടങ്ങുകയാണ്. നേരത്തെ രജിസ്റ്റർ ചെയ്ത് 50 പേർക്ക് കിട്ടും. കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ള കാരണം 50 പേർക്കേ ഉള്ളൂ. അപ്പോൾ അത് നേരത്തെ പേര് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരും. അത് അമ്മയെ വാഗ്ദാന പേടകമായി ആ വിശ്വാസത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വാഗ്ദാനം നമ്മൾ പ്രാപിക്കുകയും ചെയ്യും. ആ വാഗ്ദാനങ്ങൾ ഒന്നാണ് ഐ വിൽ കം വിത്ത് യു. അതുകൊണ്ടാണ് അമ്മ പലരും ബെഡ്റൂമിൽ പരിശുദ്ധ അമ്മയെ കണ്ടു എന്നൊക്കെ പറയണത്. സഞ്ചാരി മാതാവ് എൻ്റെ ബെഡ്റൂമിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യം പറയുന്നത് അങ്ങനെയാണ്. വന്ന് തൊടും, വന്ന് നിൽക്കും. ഇപ്പോൾ കോവിഡിൻ്റെ കാലത്താണെങ്കിൽ 2.25 ലക്ഷം ആൾക്കാർ കണ്ട സാക്ഷ്യം എന്താ? ന്യൂയോർക്കിലെ ഒരു ആശുപത്രിയിൽ കോവിഡ് വാർഡിൽ അമ്മ സന്ദർശിച്ചതാണ് ആ സാക്ഷി എല്ലാവരും കണ്ട്. 2.25 ലക്ഷം വരെ കണ്ട ആൾക്കാർ. അപ്പോൾ ന്യൂയോർക്കിലെ ഒരു കോട്ടയംകാർ അവിടെ സ്ഥിര താമസമാണ്. അപ്പോൾ അവർക്ക് കോവിഡാണ്. അപ്പോൾ കോവിഡാകുമ്പോൾ കോവിഡിൻ്റെ ഏറ്റവും ആക്യൂട്ട് ടൈമാണ്. ആക്യൂട്ട് ടൈമിൽ സിൽവർ ഗ്രേയിൽ ഈ കളറിൽ ഒരു ലേഡി അവരെ സന്ദർശിക്കും. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യം സന്ദർശിച്ചപ്പോൾ അവർ നെഗറ്റീവായി. അപ്പോൾ അവർ താഴെ വന്ന് കൗണ്ടറിൽ ചോദിച്ചു,
ഞങ്ങളുടെ കൗണ്ടറിൽ എന്നെ സന്ദർശിക്കാൻ വന്നത് ആ നേഴ്സിനെ ഒന്ന് കാണണമെന്ന് പറയും. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കളറൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞു, മാഡം സോറി, അങ്ങനെ ഞങ്ങൾക്ക് കളറില്ല, അങ്ങനെ ഡ്രസ് കോഡുള്ള ആരും ഇവിടെ ഇല്ല, ഞങ്ങളുടെ ഡ്രസ്സ് ഇതല്ല എന്ന് പറയും. പക്ഷേ അപ്പോഴേ അവരുടെ ഭർത്താവോ ഭാര്യ, ഞാൻ സാക്ഷ്യം ശരിക്കും ഇപ്പോൾ ഓർക്കണില്ല, അവരെ ചെന്ന് കാണാൻ ചെന്നപ്പോൾ കൃപാസന മാതാവിൻ്റെ പടം കാണിക്കും. അത് കോയിഡൻസായിട്ട് സംഭവിക്കണതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ മാതാവ് എന്നെ സന്ദർശിക്കാൻ വന്നതെന്ന് പറയും. അപ്പോൾ അവരുടെ കൂടെ 9 പേര് മരിച്ചു പോകും ആ വാർഡിൽ, ഇവർ മാത്രം ജീവിക്കും. അതായത് അമ്മ വാക്ക് പാലിക്കും. ഐ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞാൽ, ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വന്നിരിക്കും. പക്ഷേ നിങ്ങൾക്കത് വിശ്വസിക്കാനുള്ള കപ്പാസിറ്റി വേണം. വെരി സീരിയസ് തിങ്. പ്രാർത്ഥിക്കുക. കർത്താവായിശയെ, പുറപ്പാടിന്റെ പുസ്തകം 33:10 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉടമ്പടി പ്രകാരം അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പിന്തുണക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്ന. ശ്രുതികടെ ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ, ശ്രുതികടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. നന്ദി യേശുവേ, മഹത്വം യേശുവേ, ആരാധന ആരാധന ആരാധന. വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊൻവരമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊൻവരമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ. ഇപ്പം കർത്താവിൻ്റെ കാരുണ്യം ആരുടെയും മേലെ കിട്ടണത്? നീതി എന്നുള്ളത് ആർക്കും കിട്ടാം, ജനറൽ മെറിറ്റിൽ വരും. പക്ഷേ നമുക്ക് യോഗ്യതയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ യോഗ്യത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ കാരുണ്യത്തെ നമ്മൾ ആശ്രയിക്കണം. കാരുണ്യം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതാണ് സങ്കീർത്തനം 103:18 പറയുന്നത്. കാരുണ്യം എവിടെ നിന്നാണ് കിട്ടണത്? അവിടുത്തെ ഉടമ്പടി. സങ്കീർത്തനം 103:18. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെ മേൽ, അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെ മേൽ. അതായത് കാരുണ്യം ലഭിക്കണത് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയത്തെ. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയണത് എന്താ? പൗലോസ് അപ്പോസ്തലൻ പറയണത് എന്നാ? ഇത് തന്നെയാണ് പറയണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മളെ എഫേസ്യൻസ് 2:8 ശ്രുതികടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഏറ്റുപറഞ്ഞ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. കൈയിടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. എഫേസ്യസ് 2:8 എന്ന് പറഞ്ഞ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. മനസ്സിലായില്ലേ? നേടാൻ ഉള്ള
കപ്പാസിറ്റി നമുക്ക് അതിനില്ല. വി ആർ നോട്ട് മെറിറ്റോറിയസ്. അതാണ് പ്രശ്നം. ജീവിതത്തിൻ്റെ പ്രശ്നം നിത്യജീവിതത്തിൻ്റെ പ്രശ്നമായാലും അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നമായാലും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നേടാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? അപ്പോൾ ദൈവത്തിൻ്റെ നീതിയല്ല അവിടെ വർക്ക് ചെയ്യണം. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ കരുണയാണ്. ആ കരുണയ്ക്ക് വേണ്ടിയാണ് 103:18 സങ്കീർത്തനം അനുസരിച്ച് കൊണ്ട് നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്, വാഗ്ദാനം പാലിക്കുന്നതിന് വേണ്ടി. എന്താ പൗലോസ് പറയണത്? എഫേസ്യർ 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ദാറ്റ് മീൻസ്